ഹലോ ഗായ്സ്, എന്തൊക്കെയുണ്ട് വിശേഷം? നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഓക്കെ, അപ്പോൾ നമ്മുടെ അയൺ ഫാം, വില്ലേജ് ബ്രീഡർ, ഇത് രണ്ടും നമ്മൾ ഉണ്ടാക്കിയല്ലേ. മെയിനായിട്ടും വില്ലേജേഴ്സിൻ്റെ കയ്യിൽ നിന്ന് നമുക്ക് ഉണ്ടാക്കാൻ പറ്റുന്ന രണ്ട് സാധനം. ഒരു സാധനം നമുക്ക് ഉണ്ടാക്കാൻ പറ്റും, അതാണ് നമ്മുടെ ട്രേഡിംഗ് ഹാള്. സോ ഇന്ന് നമ്മൾ ഉണ്ടാക്കുന്നത് അടുത്ത വീഡിയോ നമുക്ക് ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കാം. ഇന്ന് നമുക്ക് എന്താ ചെയ്യാനുള്ളതെന്ന് വെച്ചാൽ, ഈ ഒരു പാത്തൊക്കെ സെറ്റ് ചെയ്ത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ ഒരു ഡെക്കറേഷൻ പണിയാണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് തന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, അതിനുള്ള സ്റ്റെയർസ് കാര്യങ്ങളൊക്കെ ഉണ്ടാക്കണം. അപ്പോൾ നമ്മുടെ കോബിൾ സ്റ്റോൺ സ്മെൽറ്റ് ചെയ്ത് നമുക്ക് കിട്ടുന്ന അത് തന്നെയാണ്. അപ്പോൾ അതിന് മുമ്പ് നമുക്ക് ഇതിലൊന്ന് തട്ടിയേക്കാം. ഒറ്റ വെട്ടിന് ചത്തുപോയോ? ഓ മൈ ഗോഡ്, അത്ര അടുത്ത് നിന്നതുകൊണ്ടായിരിക്കാം. എനിവേസ്, അപ്പോൾ നമുക്ക് നമ്മൾ ബ്രിക്കിൻ്റെ സ്റ്റെയർസ് ഉണ്ടാക്കിയിട്ടുണ്ട്. അതാണ് ഏറ്റവും കൂടുതൽ വൗ ലുക്ക് ഉണ്ടാവുക. സോ അതും പിന്നെ കുറച്ച് ബോൺമെയിൽ നമുക്ക് ഇവിടെ ഇഷ്ടംപോലെ ചെറിയ ബ്ലോസത്തിൻ്റെ ആ ഒരു ചെറിയ ചെടി ഉണ്ടല്ലോ, ആ പിങ്ക്. അപ്പോൾ ആ ഒരു പിങ്ക് ഞാൻ കമ്പോസ്റ്റ് ചെയ്തിട്ട് ഉണ്ടാക്കിയിട്ടുള്ള എന്താണ് ബോൺമെയിലായിരുന്നു, ഇഷ്ടംപോലെ ഉണ്ടായിരുന്നു. ആൻഡ് ഓൾസോ ഞാൻ കോപ്പിൾ സ്റ്റോൺ ഒത്തിരി സ്മെൽറ്റ് ചെയ്ത് ബ്രിക്കാക്കി അതിന് സ്റ്റെയർസ് ആക്കിയിട്ടാണ് യൂസ് ചെയ്യുന്നത്. അത് മാത്രമല്ലാതെ വേറെ സ്റ്റോൺസും ഒക്കെ യൂസ് ചെയ്യുന്നുണ്ട് ഇതുപോലെ സ്റ്റെയർസ് ഉണ്ടാക്കാൻ. ബിക്കോസ് നമുക്ക് ഓരോ ഡീറ്റെയിലും അല്ലെങ്കിൽ ഒരെണ്ണം വെച്ചിട്ട് തന്നെ ചെയ്യാതെ വേറെ ഇതൊക്കെ ചെയ്യുമ്പോൾ ഒരു രസം ഉണ്ടാവും കാണാൻ വേണ്ടി. സോ അതിന് വേണ്ടിയിട്ടാണ്. ഓക്കെ, അപ്പം നമ്മൾ കുറച്ച് സ്റ്റെയർസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അങ്ങനെ നമുക്കിനി ഇവിടെ നിന്ന് ചെയ്ത് തുടങ്ങണം. ആദ്യം തന്നെ ഞാൻ ഈ ഒരു ചെസ്റ്റിനകത്തോട്ട് എല്ലാ കാര്യങ്ങളും നിറയ്ക്കുന്നുണ്ട്, നമുക്ക് വേണ്ട സാധനങ്ങൾ. അപ്പോൾ ഞാൻ ആ ഒരു സ്റ്റെയർസൊക്കെ ഒരു സ്റ്റാക്കും പിന്നെയും കുറച്ചുണ്ടാക്കി. ബിക്കോസ് നമുക്ക് ആവശ്യം വന്നാലോ, എപ്പോഴും ഞാൻ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നതിനിടയിലാണ് ഓടുന്നത്. അപ്പോൾ എപ്പോൾ വിചാരിച്ചു എന്നാൽ പിന്നെ നമുക്ക് നേരത്തെ എല്ലാം സെറ്റ് ചെയ്ത് വെക്കുവാണെങ്കിൽ ബെറ്റർ ആയിരിക്കുമെന്ന്. പിന്നെ അതേപോലെ ഈ ഒരു ഹോഴ്സിൻ്റെ ആർമർ, ഇത് ഗോൾഡിൻ്റെ ആണ്, എനിക്ക് എവിടെ നിന്നോ കിട്ടിയതായിരുന്നു നേരത്തെ. അപ്പം ഇത് ഞാൻ അവന് ഇട്ട് കൊടുത്തിട്ടുണ്ടായിരുന്നു. സോ നമ്മുടെ പോരാളിയുണ്ട്. പിന്നെ ഇത് നമ്മുടെ ഒരു പെറ്റാണ്, നമ്മുടെ യോദ്ധാവുണ്ട്, അതായത് നമ്മുടെ പട്ടിക്കുട്ടിയില്ലേ, അത് അയൺഗോളത്തിൻ്റെ കയ്യിൽ നിന്ന് ഡെഡായി പോയിട്ടുണ്ടായിരുന്നു. അതായത് ഞാനൊരു അയൺഗോളത്തിനെ അടിച്ചു. അപ്പോൾ അവൻ ഓടി വന്ന് അതിനെ തല്ലാൻ നോക്കിയപ്പോഴത്തേക്കും അയൺഗോളത്തിന് ഒരു എടുത്തുപോക്കലിനെ ഉണ്ടായിരുന്നുള്ളൂ, നമ്മൾ ഡെഡായിപ്പോയി പട്ടി. ഇവിടെ ഇഷ്ടംപോലെ പട്ടിയുണ്ട്, എന്നാലും സങ്കടമുണ്ട്. പിന്നെ എനിക്കിപ്പോൾ എവിടെ നോക്കിയാലും പെറ്റ്സാ, അപ്പോൾ ഒരെണ്ണം കുറഞ്ഞു എന്ന് വിചാരിച്ച് കുഴപ്പമില്ല. അപ്പോൾ പൂച്ചേനെ ഞാൻ ഒരെണ്ണത്തിന് ചുമ്മാ ഇതാക്കിയതാണ്, നമ്മുടെ വീടിൻ്റെ അവിടെ വെച്ചിട്ടുണ്ടായിരുന്നു, ക്രീപ്പർ വരാതിരിക്കാൻ വേണ്ടി. ഓക്കെ, അപ്പോൾ നമ്മുടെ അയൺ ഫാമിനകത്തുനിന്ന് 2 സ്റ്റാക്കും 27 അയണും. ഓ മൈ ഗോഡ്. പിന്നെ ഇതിനകത്തുനിന്ന് ആർമർ ഉണ്ടാക്കുന്നുണ്ടായിരുന്നു. പിന്നെ ടൂൾസ് ഫുള്ളാക്കി. പിന്നെ നമ്മുടെ മറ്റേ ഷീൽഡ്, ഒത്തിരി ഹോപ്പർ, അതൊക്കെ ഉണ്ടാക്കി. എന്നിട്ടും ഇത്ര ഉണ്ട്, ഭയങ്കര അടിപൊളിയാണ്. അപ്പോൾ നമുക്ക് ഇവിടുത്തെ പാത്തിൻ്റെ പണി തുടങ്ങുന്നതിന് വേണ്ടി ഫസ്റ്റ് നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, ഈ ഒരു ഷവൽ യൂസ് ചെയ്ത് ഇങ്ങനെ പാത്ത് സെറ്റാക്കണം. അതിൻ്റെ കൂടെ തന്നെ സ്റ്റെപ്പും കൂടെ വെച്ച് വരണം. അത് ഇച്ചിരി കോംപ്ലിക്കേറ്റഡ് ആണ്, ബിക്കോസ് ഇടയിൽ മാത്രമേ വെക്കുന്നുള്ളൂ. അല്ലാതെ ഞാനിങ്ങനെ നേരെ അങ്ങോട്ട് സ്റ്റെപ്പ് വെക്കുമല്ല, ഇതേപോലെ ഒരു അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ടും മറിച്ചിട്ടും ഒക്കെ വെക്കുന്നുണ്ട്. പിന്നെ ഇവിടെ ഈ ഒരു മഞ്ഞപ്പൂ വെക്കുന്നുണ്ട്. ഈ പൂ എനിക്ക് വേറെ എവിടെ നിന്നോ കിട്ടിയതായിരുന്നു. ഇത് നല്ല ഭംഗിയുള്ള പൂവാണ് കേട്ടോ. ആ പിങ്കിൻ്റെ തന്നെ ഒരു മഞ്ഞ കളർ അടിപൊളിയാണ്. അത് കഴിഞ്ഞിങ്ങനെ അതൊക്കെ സെറ്റ് ചെയ്തു. പിന്നെ നമ്മൾ ഇങ്ങോട്ടാണ് വന്നത്, നമ്മുടെ വില്ലേജിൻ്റെ ബ്രീഡറിൻ്റെ അടുത്തോട്ട്. ഇവിടെ വന്നിട്ട് ഇത് ഫുള്ള് ഞാൻ പൊട്ടിച്ചു. എന്നിട്ട് അതൊക്കെ ഒന്ന് സെറ്റ് ചെയ്തെടുക്കുന്നുണ്ട്. ഇതൊക്കെ ഞാൻ ബിൽഡ് ചെയ്തൊന്നും കാണിക്കുന്നില്ല. ഇതൊക്കെ ഒന്നാമത് സിമ്പിളാണ്, രണ്ടാമത് വീഡിയോ എടുക്കുന്നതിനനുസരിച്ച് തന്നെ ഇങ്ങനെ സ്റ്റോറേജ് നിറയും കേട്ടോ. ഒട്ടും സ്പേസേ ഇല്ല എന്നും പറഞ്ഞ് ഇതിനകത്ത് ഞാൻ ഓരോ വീഡിയോയും ഞാൻ ഡിലീറ്റ് ചെയ്യുന്നുണ്ട്, പക്ഷേ സ്പേസ് ഇല്ല എന്ന് കാണിക്കുന്നത്. അതങ്ങോട്ട് ലോഡ് ആവുന്നില്ല നമ്മുടെ ഗാലറിയിലോട്ട്. സോ അതൊരു ഇഷ്യൂ ആണ്. സോ അതുകൊണ്ടാണ് ഞാൻ കൂടുതൽ ബിൽഡിങ് കാര്യങ്ങളൊക്കെ കാണിക്കാത്തത്. പക്ഷേ ഇതൊക്കെ സിമ്പിളായതുകൊണ്ടും ഞാൻ കാണിക്കുന്നില്ല, അല്ലെങ്കിൽ ഞാൻ എങ്ങനെയെങ്കിലുമൊക്കെ ഞാൻ കാണിച്ചേനെ. ഇതിൻ്റെ മുകളിലൊരു ബ്രഹ്മാണ്ഡ ബിൽഡൊന്നും ഞാൻ ഉണ്ടാക്കി വെച്ചിട്ടില്ല. കാരണം ഒരു സിമ്പിൾ ബേസ് പോലെ, അല്ലെങ്കിൽ സിമ്പിളായിട്ടുള്ളൊരു സംഭവം അങ്ങനെ ആരും കണ്ടു കഴിഞ്ഞാൽ മോശം പറയാത്ത രീതിയിൽ ഉണ്ടാക്കി വെക്കണം എന്ന് ഞാൻ വിചാരിച്ചുള്ളൂ. പിന്നെ ഇവിടെ കുറച്ചുകൂടി ബെഡ് വെക്കാനുണ്ട്, കാരണം നമുക്ക് ട്രേഡിംഗ് ഹാളിൻ്റെ പണി തുടങ്ങുമ്പോൾ കുറച്ച് വില്ലേജസിന് ആവശ്യമുണ്ട്. സോ അതിന് വേണ്ടി അപ്പം നമുക്ക് അവിടെ കുറച്ചും കൂടെ ബെഡ് വെക്കണം. ഞാൻ ഇതിനകത്ത് നിന്ന് ബെഡൊക്കെ എടുത്തിട്ടാണ് നമ്മുടെ ഇവിടെ പണിഞ്ഞത്.
അയൺ ഫാം പണിയാൻ വേണ്ടി എടുത്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അങ്ങനെ ഇവിടെ ഞാൻ പ്രത്യേകിച്ചൊരു ഇതൊന്നായിട്ടല്ല പണിയുന്നത്, ചുമ്മാ ഒരു രീതിയിലങ്ങ് പണിഞ്ഞ് വെക്കുന്നതേ ഉള്ളൂ. സോ നമ്മളെല്ലാം പണിഞ്ഞ് കഴിഞ്ഞു വന്നിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഞാൻ ഫുള്ളൊന്ന് കാണിച്ചു തരാം. അപ്പോൾ ഇങ്ങനെ നമ്മൾ ഇറങ്ങി വരും. നമ്മുടെ ഹോൾസ് നമ്മൾ ഫുള്ള് ആർമറൊക്കെ ആയിട്ട് നിൽക്കുന്നുണ്ട്. ഇപ്പോൾ ഈ പാത്തിക്കൂടെ നടന്നു വരുമ്പോൾ എന്തോ ഒരു ഫീലാണ്. ഈ സ്റ്റെപ്പൊക്കെ കാണാൻ ഭയങ്കര രസമുണ്ട്. ഇടയിലിടയിലായിട്ട് ആ സ്റ്റോണൊക്കെ മാറ്റിയിട്ട് ഇങ്ങനെ വെച്ചതുകൊണ്ടും ഭയങ്കര രസമുണ്ട്. ഐ മീൻ അടിപൊളിയാണ്. ഇതാണ് ഞാൻ പണിഞ്ഞ ഒരു സിമ്പിൾ ബേസാണ്. ഞാൻ അങ്ങനെ മേൽക്കൂര പോലും പണിഞ്ഞിട്ടില്ല. ഐ മീൻ ചുമ്മാ ഒരു സ്ലാബ് വെച്ച് മറിച്ചിട്ടേ ഉള്ളൂ. അപ്പോൾ അങ്ങനെ ഇവിടെ ഇന്ന് വില്ലേജസിനൊക്കെ എടുത്ത് ഞാൻ ഒരു കൂട്ടിലിട്ടിട്ടുണ്ട്. കാരണം ഇനി ഇവിടെ നിൽക്കുന്നതുകൊണ്ടാണോ കൂടുതൽ പേര് ബ്രീഡാവാത്തതെന്നുള്ളൊരിത്. പക്ഷേ ഇതിനകത്ത് അങ്ങനെ ആരും ബ്രീഡാവുന്നില്ല. ഐ തിങ്ക് ഞാൻ വിചാരിക്കുന്നു കുറച്ചും കൂടെ വീറ്റൊക്കെ ഇട്ട് കൊടുത്താൽ ബ്രീഡാവുമായിരിക്കും. ഐ ഡോണ്ട് നോ. അപ്പോൾ അങ്ങനെ ഞാൻ കയറി പോകുന്നുണ്ട്. കണ്ടോ, കുറച്ചുകൂടെ ബെഡ് വെക്കണം, അപ്പോൾ അത് വർക്കാവുമായിരിക്കും. ഓക്കെ, അപ്പം നമ്മളിങ്ങനെ എപ്പോഴും അടച്ച് വെക്കുകയാണ്, ബിക്കോസ് ആരെങ്കിലും വന്ന് കഴിഞ്ഞാലോ പണി കിട്ടാൻ ചാൻസ് ഉണ്ട്. പിന്നെ ഇവിടെ ഇങ്ങനെ ഞാൻ പണിഞ്ഞിട്ടുണ്ടായിരുന്നു. അതായത് സ്റ്റെയർസൊക്കെ ആക്കി ഈ ബട്ടൺ ഞാൻ അയണിൻ്റെ ഡോറ് വെച്ചിട്ടുണ്ടായിരുന്നു. സോ അത് തുറക്കാൻ വേണ്ടി വെച്ചതാണ്. പക്ഷെ അത് പിന്നെ തുറക്കുകയും അടയ്ക്കുകയും ചെയ്യുമ്പോൾ എന്തോ പോലെ. സോ ഞാൻ അതെടുത്ത് മാറ്റി, അത്രേ ഉള്ളൂ. പിന്നെ നമ്മൾ ഇങ്ങനെ നടന്നു വരുമ്പോൾ എന്തോ ഒരു ഫീലാണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ ഐ മീൻ എനിക്ക് ഇഷ്ടപ്പെട്ടു, നല്ല രസമുണ്ട്. ഇതുവരെ നമുക്ക് നെയിം ടാഗ് ഒന്നും കിട്ടിയിട്ടില്ല. നമുക്ക് മീനെയൊക്കെ പിടിച്ചിട്ട് അവിടെ നമ്മൾ ഫിഷിംഗ് റോഡ് എൻ്റെ ഉണ്ട്, അത് വെച്ചിട്ടൊന്ന് ഫിഷിങ്ങിന് പോകണം. അപ്പോൾ നമുക്ക് 2-3 നെയിം ടാഗ് ഒപ്പിച്ചിട്ട് ഇവർക്കൊക്കെ പേരിടണം. അതുകൊണ്ടാണ്, അല്ലാതെ ഞാൻ പേരിടാത്തതൊന്നുമല്ല. പേരിട്ടിട്ട് നമുക്ക് അവരെ വിളിക്കാം, അല്ലെങ്കിൽ ഞാൻ തന്നെ മറന്നു പോകും. പിന്നെ നമ്മൾ ഈ സൈഡിലോട്ടും കൂടി പാത്ത് സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഇതൊക്കെ ഭയങ്കര ഈസി, പെട്ടെന്ന് കഴിഞ്ഞു. അതുകൊണ്ടാണ് ഞാൻ അങ്ങനെ കാണിക്കാതിരുന്നത്. പിന്നെ പറഞ്ഞല്ലോ സ്റ്റോറേജിൻ്റെ ഒരു ഇഷ്യൂ. അപ്പോൾ ഇങ്ങനെ നടന്ന് വരുമ്പോൾ ഭയങ്കര രസമാണ്. എനിക്ക് ഈ ഒരു പാത്തിൻ്റെ ആ ഒരു കളറും എല്ലാം കൂടെ നല്ല കോമ്പിനേഷനാണ്. പിന്നെ ഇത് ചില സമയത്തൊന്നും വർക്കാവുന്നില്ല, കുറച്ച് നേരം നിന്നാൽ പോലും വർക്കാവുന്നില്ല. എനിക്ക് തോന്നുന്നു കുറച്ചധികം നേരം നിന്നാലാണ് വർക്കാവുക എന്ന്. പക്ഷേ ഇപ്പോൾ തന്നെ അത്യാവശ്യം അയൺ കിട്ടി. കണ്ടോ, 2 സ്റ്റാക്കും 1 സ്റ്റാക്ക് ആവാറുമായി, 54. സോ അടിപൊളിയാണ്. പിന്നെ ഞാൻ ഇവിടെ കുറച്ച് AFK റൂമൊക്കെ ഉണ്ടാക്കി, പക്ഷെ അതൊന്നും വേണ്ട, ബിക്കോസ് അതൊക്കെ ഉണ്ടെങ്കിലാണ് പ്രോബ്ലം. അപ്പോൾ അതൊക്കെ പൊട്ടിച്ച് ഞാൻ കളഞ്ഞോളാം കേട്ടോ, അതൊന്നും വിഷയമുള്ള കാര്യമില്ല. ഇനി പെട്ടെന്ന് നമുക്ക് ട്രേഡിംഗ് ഹാളിൻ്റെ പണി തുടങ്ങണം. അതാണ് അടുത്തൊരു ടഫായിട്ടുള്ള ടാസ്ക്. അതുകൂടെ കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ സെറ്റാണ്. പിന്നെ നമുക്ക് എന്താ ചെയ്യേണ്ടതെന്നും എനിക്കറിയത്തില്ല. നമുക്ക് എന്തായാലും എൻചാൻ്റൊക്കെ ചെയ്യാൻ പറ്റും, കൂടുതൽ കിട്ടും സാധനങ്ങളൊക്കെ. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് ഞാൻ മെയിനായിട്ടും ഒരു പെട്ടെന്ന് ട്രേഡിംഗ് ഹാള് തുടങ്ങുന്നത്, ബിൽഡ് ചെയ്യാൻ വേണ്ടി. ഓക്കെ, അപ്പം ഇന്ന് നമ്മൾ ചെറിയൊരു വീഡിയോ ആണ് എടുത്തത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതൊന്ന് ഡെക്കറേറ്റ് ചെയ്യുന്നൊരു വീഡിയോ അത്ര തന്നെ ഉള്ളൂ. പക്ഷേ ഡെക്കറേഷൻ ഫുള്ള് കഴിഞ്ഞിട്ടില്ല, അതൊക്കെ സ്റ്റിൽ ലോഡിങ് ആണ്. ഇനി ഒരുപാട് പണികൾ നമുക്കിതിൽ ചെയ്യാനുണ്ട്. സോ പറഞ്ഞതാ നൈറ്റ് ആയിട്ടുണ്ട്, നമുക്ക് പോയി കിടന്ന് ഉറങ്ങിയേക്കാം. ഉറങ്ങാൻ പറ്റത്തില്ല. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ ഒരു ബാൽക്കണിയിൽ നിന്ന് ഈ ഒരു സൺസെറ്റ് കാണാൻ വേണ്ടി. ഭയങ്കര അടിപൊളിയാണ്, എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും ഇവിടെ ഒന്നും നോക്കാറില്ല. ഓക്കെ, അപ്പം അത്യാവശ്യം ചെറിയ വീഡിയോ ആയിരുന്നു, പക്ഷേ വോയിസ് ഓവറൊക്കെ കൊടുത്ത് വീഡിയോ എഡിറ്റ് ചെയ്തൊക്കെ വന്നപ്പോഴത്തേക്കും അത്യാവശ്യം ലെങ്ത്തുള്ള വീഡിയോ തന്നെയാണ്. അങ്ങനെ ഒത്തിരി കുറവുള്ള വീഡിയോ ഒന്നുമല്ല. അപ്പോൾ ഏതായാലും എനിക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇഷ്ടമുണ്ടെങ്കിൽ ഇഷ്ടമുണ്ടെങ്കിൽ മാത്രം അതൊക്കെ ചെയ്താൽ മതി. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, അടുത്തൊരു വീഡിയോ വീണ്ടും കാണാം. ട്രേഡിംഗ് ഹാൾ ഉണ്ടാക്കണം, അതാണ് പണിയായിട്ടുള്ളത്. സോ അതും കൂടെ ഉണ്ടാക്കി കഴിഞ്ഞാൽ നമ്മുടെ വില്ലേജേഴ്സിൻ്റെ ആ ഒരു അടുത്തുള്ള പണി കഴിഞ്ഞു എന്ന് വിചാരിക്കാം. അപ്പോൾ അടുത്ത വീഡിയോ കാണാം. ബൈ.